വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്ലൈഡ് നോക്കൂ. ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡ്രില്ലിങ് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള ഓയിലിനെ കണ്ടുപിടിക്കുന്നതും അതിനുശേഷം കിണർ കുഴിച്ച് അതിനെ പുറത്തെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡ്രില്ലിങ്. ഓരോ ബുള്ളറ്റ്സ് കൊടുക്കുന്ന ഓരോ പ്രത്യേക കാര്യങ്ങൾ വായിക്കാം. Oil and gas exploration is the search by petroleum geologists for deposits of hydrocarbons, particularly petroleum and natural gas. ഭൂമിക്കടിയിൽ അനവധി ധാതുക്കളുണ്ട്. അതിൽ ജിയോളജിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഭൂമിയുടെ ശാസ്ത്രങ്ങളെ കാര്യങ്ങൾ കിടപ്പൊക്കെ പഠിക്കുന്നവരെയാണ് ജിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിൽ എവിടെയാണ് പെട്രോളിയം കിട്ടുന്നത് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഡെപ്പോസിറ്റ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അടുത്തതിൽ നോക്കൂ. ദർ ആർ 2 types of exploration: onshore exploration and offshore exploration. എക്സ്പ്ലോറേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് കരയ്ക്ക് ചെയ്യുന്നത്, വേറൊന്ന് കടലിൽ ചെയ്യുന്നത്. കരയ്ക്ക് ചെയ്യുന്നതിന് എന്താണ് പറയുക? ഓൺഷോർ അല്ലെങ്കിൽ ലാൻഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറയും. കടലിൽ ചെയ്യുന്ന വെള്ളത്തിൽ ചെയ്യുന്നതിന് ഓഫ് ഷോർ, സീ അല്ലെങ്കിൽ റിവർ ബെഡിലൊക്കെ ചെയ്യും. സീയിൽ മാത്രമല്ല, അതിന് പറയുന്നത് ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ എന്നാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്മിക് സർവേ എന്നാണ് പറയുക. ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇതിന് പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സിസ്മിക് സർവേ. ഈ സിസ്മിക് എന്ന് വെച്ചാൽ സൗണ്ട് വേവ് ആണ്. സൗണ്ട് വേവുമായിട്ട് റിലേറ്റഡ് ശബ്ദതരംഗങ്ങൾ, മനുഷ്യന്റെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങളെയാണ് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്നത്. അതാണ് 20 Hz to 20 kHz വരെയാണ് ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. ഈ സൗണ്ട് വേവ്സിനെ ജനറേറ്റർ ഉപയോഗിച്ച് ഭൂമിക്ക് അടിയിലേക്ക് പാസ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ. ഈ ശബ്ദതരംഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഡെപ്പോസിറ്റിൽ തട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? തിരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങും. മുന്നോട്ട് പോകുന്നത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങും. ഈ തിരിച്ച് സഞ്ചരിക്കുന്നതിന് ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ പേര് ജിയോഫോൺ എന്നാണ്. ജിയോഫോൺ ഉപയോഗിച്ച് സ്വീകരിച്ച് അപ്പം വേവ് ട്രാവൽ ചെയ്ത സമയത്തിന് 2ആയിട്ട് വിഭജിച്ചിട്ട് ആ ഒരു പോകുന്ന അത് ഇതിലേക്ക് ഇടും. കാരണം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തിന് 2ആകുമ്പോൾ അതാണ് പകുതി അവിടെ എത്തി റിഫ്ലക്ട് ചെയ്യുന്ന സമയം. അതാണ് എന്ത് ചെയ്യുന്ന ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ എമൗണ്ട് എത്രയുണ്ട്, എത്ര ഏരിയയിൽ അത് വ്യാപിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് സിസ്മിക് സർവേ. സിസ്മിക് എക്സ്പ്ലോറേഷൻ ഈസ് ദ സിസ്മിക് സർവേ എന്നും പറയും, സിസ്മിക് എക്സ്പ്ലോറേഷൻ എന്നും പറയും. സിസ്മിക് എക്സ്പ്ലോറേഷൻ ഈസ് ദ യൂസ് ഓഫ് sound wave to search beneath the surface of earth for economic deposit of oil, gas or minerals, but also for engineering, archaeological and scientific studies. പിന്നെ ഇത് വെറും ഓയിലിന് മാത്രമല്ല, പണ്ടുള്ള പുരാതന ശാസ്ത്രങ്ങളെ പഠിക്കാനും ഒക്കെ ഇതേ സിസ്മിക് സർവേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓയിൽ എക്സ്പ്ലോറേഷൻ എന്ന് എടുക്കുന്നു. അടുത്തത് സൗണ്ട് വേവ് ജനറേറ്റർ. ഈ ശബ്ദതരംഗങ്ങളെ ഉണ്ടാക്കി ഭൂമിക്കടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരാണ് സൗണ്ട് വേവ് ജനറേറ്റർ. എക്യുപ്മെന്റ് ടു ട്രാൻസ്മിറ്റ് സൗണ്ട് വേവ് ടു അണ്ടർഗ്രൗണ്ട്. ഭൂമിക്കടിയിലേക്ക് വിടുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്? സൗണ്ട് വേവ് ജനറേറ്റർ. അടുത്താണ് ജിയോഫോൺസ്. ജിയോഫോൺ റിസീവർ ടു റിസീവ് ബാക്ക് റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ് ഫ്രം ഓയിൽ ഡെപ്പോസിറ്റ്. ഓയിൽ ഡെപ്പോസിറ്റിൽ നിന്ന് അതിന് എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്ന ശബ്ദതരംഗങ്ങളെ, പോയ ശബ്ദതരംഗങ്ങളെ തന്നെ തിരിച്ച് എടുക്കണം. അതിന് ആണ് ജിയോഫോൺസ് എന്ന്. ഈ രൂപത്തിലാണ് ഓയിൽ ഡെപ്പോസിറ്റുകൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത സ്ലൈഡ് നോക്കൂ. ഓയിൽ റിഗ്. അപ്പോൾ നോക്കിക്കോളൂ, ഒരിക്കലും ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓയിൽ റിഗിങ് ടീം അല്ലെങ്കിൽ ഓയിൽ റിഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് കുഴിക്കാനുള്ള, കിണർ കുഴിക്കാനുള്ള, പൈപ്പ് ലൈൻ പാസ് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന, തുറക്കാനൊക്കെ ഭൂമി തുറക്കാനുള്ള ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് ഓയിൽ റിഗ് എന്ന് പറയുന്നത്.
രണ്ട് തരം റിഗുണ്ട്. ഓഫ് ഷോർ റിഗുണ്ട്, ഓൺ ഷോർ റിഗുണ്ട്. ഓക്കെ, ഓഫ് ഷോർ എന്ന് വെച്ചാൽ കടലിൽ കൊണ്ടുപോയിട്ട് ടഗ് മുഖേന ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ആങ്കർ ചെയ്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഭൂമിയിലാണെങ്കിൽ വലിയ ഇതിൽ ട്രാക്ടറിലും ഇതിലും പുഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന് വെക്കുന്നു. ഓഫ് ഷോർ ഡ്രില്ലിംഗ് rig is a large structure with facilities for well drilling to explore, extract, store and process petroleum and natural gas that lies in rock formations beneath the seabed. ഇപ്പം കടലിൻ്റെ അടിയിൽ സർവേ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്, പാറക്കെട്ടുകളുണ്ട്. ആ പാറക്കെട്ടുകൾക്ക് അടിയിലായിട്ടാണ് എന്ത്, ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം ഡെപ്പോസിറ്റ് ഉള്ളത്. അതിനെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഓയിൽ റിഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കുക, ആൻഡ് ഓയിൽ വെൽ ഈസ് എ ബോറിംഗ്. ഓയിൽ വെൽ ഈസ് എ ബോറിംഗ് in the earth that is designed to bring petroleum oil hydrocarbons to surface. ഇനി നോക്കിക്കോളൂ, ഇതിനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ ഭൂമിക്കടിയിലേക്ക് തുറക്കാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറെടുക്കുന്ന പോലെ കുഴിയായിട്ട് തുറച്ചു. ഇങ്ങനെ എടുക്കുന്നതിന് പറഞ്ഞ് ഓയിൽ വെൽ എന്നാണ് പറയുക. ഇതാണ് എന്ത് ചെയ്യുന്നത്, ആ ഡെപ്പോസിറ്റ് വരെ എത്തിയിട്ട് അവിടുന്ന് എന്ത് ചെയ്യുന്നു, പല പ്രോസസ്സ് കൂടെ. അതിൻ്റെ അകത്ത് പ്രഷർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓയിൽ പുറത്ത് വരും. അതല്ല, പ്രഷർ കുറവാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ പ്രഷർ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം പോലെയുള്ളത് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ പിന്നെ പ്രഷറിൽ സമ്മർദ്ദത്തെ മുകളിൽ കൊണ്ടുവന്ന് പമ്പിങ് ഔട്ട് ചെയ്യും. ഇതാണ്. അടുത്ത നോക്കിക്കോളൂ, ക്രിസ്മസ് ട്രീ. എ ക്രിസ്മസ് ട്രീ ഈസ് എ പീസ് ഓഫ് എക്യുപ്മെന്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഫ്ലോ control on an oil or gas well. ഇനി ഇത് കിണർ കുഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് നോക്കി അതിൻ്റെ ചിത്രം കാണാം. ഓയിൽ വെല്ലിൻ്റെ മുകളിൽ അനവധി വാൾവുകളും സ്ട്രക്ചറും പിടിപ്പിച്ച് കാണാം, കൺട്രോൾ വാൾവ്സ് കാണാം. ഇതാണ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന്, ഭൂമിക്ക് അടിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഓയിലിൻ്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഫ്ലോ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വാൾവ് സെറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ്. ഒരിക്കൽ ഇത് ക്രൂഡ് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്തത് പിന്നെ പൈപ്പ് ലൈനിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഷിപ്പിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലാൻഡിലാണെങ്കിൽ ബൈ ലോറി ട്രാൻസ്പോർട്ട് ചെയ്യുക. അങ്ങനെ പല വിധത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് റിഫൈനറിയിലെത്തുന്നു. റിഫൈനറിയിൽ നിന്നാണ് അതിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ കൂടെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ ഓയിൽ, HSA എന്ന് വെച്ചാൽ അനവധി വേണ്ട, ഡീസൽ, കെറോസിൻ, അങ്ങനെ അനവധി പ്രൊഡക്റ്റും അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളും ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് പെട്രോളിയം നോക്കാം. പെട്രോളിയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്? പെട്രോളിയം പ്രൊഡക്റ്റ് ആർ ക്ലാസിഫൈഡ് ഓൺ ഫ്ലാഷ് പോയിന്റ്. അപ്പോൾ ഇത് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് അത് ബാഷ്പീകരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ബാഷ്പീകരിക്കാൻ വേണ്ട ടെമ്പറേച്ചറിൻ്റെ അളവിനെ അനുസരിച്ചാണ്, അല്ല അതിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലാഷ് പോയിന്റ് അനുസരിച്ചാണ് പെട്രോളിയത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനെ 5 ആയിട്ട് പറയാം, ഓക്കെ, അല്ല 4 ആയിട്ട് പറയാം. ക്ലാസ് എ പെട്രോളിയം, ക്ലാസ് ബി പെട്രോളിയം, ക്ലാസ് സി പെട്രോളിയം, ക്ലാസ് ജി പെട്രോളിയം. ഡിക്ക് പറയുന്നത് എക്സ്ക്ലൂഡഡ് പെട്രോളിയം എന്നാണ്. പിന്നെ LPG ഇതിൽ വരുന്നില്ല, LPG വേറെ കാറ്റഗറിയിലാണ് വരുന്നത്. ലിക്വിഡ് ആയിട്ടുള്ള ഈ പെട്രോളിയം ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, LPG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റിയിട്ടുള്ള പെട്രോളാണ് ഇത് LPG എന്ന് പറയുന്നത്. മറ്റേ ആദ്യത്തെ പെട്രോൾ എന്ന് പറയുന്നത് തനതായ രൂപത്തിൽ ലിക്വിഡ് രൂപത്തിൽ നിലനിൽക്കുന്നത്. LPG എന്ന് പറയുന്നത് ധാതക രൂപത്തിലാണ്. അതിനെ എന്ത് ചെയ്തു, കംപ്രസ് ചെയ്തിട്ട് ദ്രവരൂപത്തിലേക്ക് ആറ്റംസിനെ എന്ത് ചെയ്യുന്നത്, ലിക്വിഡിൻ്റെ ബോണ്ടിങ് നേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് മാറ്റുന്നതിനാണ് LPG എന്ന് പറയുന്നത്. ക്ലാസ് എ പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിക്വിഡ് വിച്ച് ഹാവ് ഫ്ലാഷ് പോയിന്റ് ബിലോ 23 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 23 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് താഴെ വരുന്ന ഫ്ലാഷ് പോയിന്റ് ഉള്ള എല്ലാ, അല്ലെങ്കിൽ ത്വരിതഗതിയിൽ തീപിടിക്കുന്നതാണിത്. ഇതിനെയൊക്കെ എന്താവുന്നു, ക്ലാസ് എ പെട്രോൾ. ഇത്
സാധാരണ അറ്റ്മോസ്ഫിയർ റൂം ടെമ്പറേച്ചറിൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഷ്പീകരിക്കും, തീപിടിക്കുകയും ചെയ്യും. അടുത്തത് ക്ലാസ് ബി പെട്രോളിയം, ലിക്വിഡ് വിച്ച് ഹാവ് എ ഫ്ലാഷ് പോയിന്റ് above 23 degree centigrade and below 65 degree centigrade. 23 മുകളിലോട്ടുള്ളതും 65 താഴെ ഉള്ളതിന് ക്ലാസ് പെട്രോളിയം എന്ന് പറയുന്നത്. ഡീസലൊക്കെ അതിലാണ് വരുന്നത്. ഓക്കെ, FFO HS എന്നെല്ലാം പറഞ്ഞ് അനവധിയുണ്ട്. അങ്ങനെയുള്ള ഇതിലൊക്കെ എന്താണ് ക്ലാസ് ബി പെട്രോളിയത്തിനാണ് വരുന്നത്. ക്ലാസ് സി പെട്രോളിയം, ലിക്വിഡ് വിച്ച് ഹാവ് എ ഫ്ലാഷ് പോയിന്റ് ഓഫ് above 65 degree centigrade and below 93 degree centigrade. 65 മുകളിലോട്ട് പിന്നെ ഫ്ലാഷ് പോയിന്റ് ഉള്ളതും 93 താഴെയുള്ളതിനെയാണ് ക്ലാസ് സി പെട്രോളിയം എന്ന് പറയുന്നത്. അതാണ് എന്തിൽ വരുന്നത്, കെറോസിനും കാര്യങ്ങളിലൊക്കെ വരുന്നത്. അടുത്തതാണ് എക്സ്ട്രൂഡഡ് പെട്രോളിയം. ഈ 93 മേലോട്ട് വരുന്നത് ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്ട്രൂഡഡ് പെട്രോളിയം എന്ന് പറയുന്നത്. ഫ്ലാഷ് പോയിന്റ് 93 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള എല്ലാത്തിനെയും എന്ന് പറയുന്നു എക്സ്ട്രൂഡഡ് പെട്രോളിയം എന്ന് പറയുന്നു. ഇതിന് ഓക്കെ, ഇത് നോക്കിക്കോളൂ. ഏത് പെട്രോളിയം പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ താഴെ ഞാൻ ബോൾഡ് ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്തത്, ഓൾ കാറ്റഗറീസ് നീഡ് ലൈസൻസ് ഫ്രം ഡയറക്ടർ ജനറൽ എക്സ്പ്ലോസീവ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഫ്രം ഫയർ പ്രൊട്ടക്ഷൻ റൂൾസ്. ഇതിന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാണിജ്യപരമായിട്ട് യൂസിനും കാര്യത്തിനും എല്ലാത്തിനും പെട്രോളിയം ലൈസൻസ് ഉണ്ടായേ പറ്റും, ഇല്ലാതെ പറ്റില്ല. പിന്നെ ആ സ്ഥാപനത്തിന് ഫയർ പ്രൊട്ടക്ഷൻ റൂൾ അനുസരിച്ചുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്നു. പിന്നെ ഇത് സൂക്ഷിക്കുന്ന ടാങ്കിലാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടാങ്ക് എന്ന് പറയുന്നത്. എന്താണ്, ടാങ്ക് ഡിസൈൻ ടു ഓപ്പറേറ്റ് ഗ്യാസ് ആൻഡ് വേപ്പർ അറ്റ് ഇന്റേണൽ പ്രഷർ ഈക്വൽ ഓർ അപ്രോക്സ് ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ സമ്മർദ്ദത്തിന് തുല്യമായതോ അല്ലെങ്കിൽ അതിൽ ചെറിയ വ്യത്യാസമുള്ളതായിട്ടുള്ള പിന്നെ ഇത് ഗ്യാസും ലിക്വിഡും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാങ്കിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടാങ്ക് എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡ് നോക്കൂ. അതിലെന്താണ് UN നമ്പർ. UN എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസിന്റെ നമ്പർ എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് പെട്രോളിയം പ്രൊഡക്റ്റിന് രാജ്യാന്തര തലത്തിൽ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിനാണ് 4 ഡിജിറ്റ് നമ്പറിലാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. 1267 എന്ന് വെച്ചാൽ നിങ്ങൾ പെട്രോളിയം ഡീസൽ ഇതൊക്കെ കൊണ്ടുവന്ന് ലോറിയുടെ 3 സൈഡിൽ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ചിത്രം കാണാം. ആ നമ്പറാണിത്. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയലിന് വേണ്ടിയിട്ട് പെട്രോളിയം പ്രൊഡക്റ്റ് ഒക്കെ ഓൺ റോഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡം അനുസരിച്ചുള്ള ഇതിനാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. UN നമ്പർ അല്ലെങ്കിൽ UNID എന്ന് പറയുന്നത്. 4 ഡിജിറ്റ് നമ്പർ ദാറ്റ് ഐഡന്റിഫൈ ഡേഞ്ചറസ് ഗുഡ്സ്. ഏതാണ് ഈ ഡേഞ്ചറസ് ഗുഡ്സ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. കാരണം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് ലീക്ക് ആവാനോ കൊളീഷനിൽ കൂടെ എന്തെങ്കിലും പറ്റാനുള്ള അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇതാണ് ഇതിൽ പറയുന്നത്. ഹസാർഡസ് സബ്സ്റ്റൻസ് ആൻഡ് ആർട്ടിക്കിൾസ്. ഓക്കെ, ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ വസ്തുക്കൾ എന്നുള്ളതാണ്. സച്ച് ആസ് എക്സ്പ്ലോസീവ്, ഫ്ലെയിമബിൾ ലിക്വിഡ്, ടോക്സിക് സബ്സ്റ്റൻസ്, ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കൊണ്ടുപോകുമ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട്. രാജ്യാന്തര തലത്തിൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഈ UN നമ്പർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡേഞ്ചറസ് ഗുഡ്സ് ആയിട്ടുള്ള. ഇനി നോക്കിക്കോളൂ, ഈ പെട്രോളിയം സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏരിയയിൽ എപ്പോഴും എന്താണ്, വേപ്പർ ഗ്യാസായിട്ട് അത് ലീക്ക് ആവാം, തീപിടിക്കുക, അവിടെയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ നിന്നുള്ള ഫ്ലാഷ് കൊണ്ട് പെട്ടെന്ന് അത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്പാർക്ക് കൊണ്ട് തീപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് അതിനെ സോൺ ഏരിയ ആയിട്ട് വിഭജിച്ചിരിക്കും. സോൺ ഏരിയ, ഓക്കെ, ഇൻഫ്ലൈമബിൾ ഗ്യാസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി കണ്ടിന്യൂസ്ലി പ്രസന്റ്. സോൺ 0 ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് വേപ്പർ വരാൻ സാധ്യതയുള്ള ഏരിയയിലാണ് സോൺ 0 ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സോൺ 1 ഏരിയ, ഇൻഫ്ലൈമബിൾ ഗ്യാസ് ലൈക്ലി ടു പ്രസന്റ് അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. നോർമൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സംഗതി പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഗ്യാസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഗ്യാസ് 1. സോൺ 2 ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലൈമബിൾ ഗ്യാസ് ആർ ലൈക്ലി ടു ബി പ്രസന്റ്
അണ്ടർ അബ്നോർമൽ കണ്ടീഷൻ. നോർമൽ അവസ്ഥയിലില്ല, പക്ഷെ എന്താണ് അബ്നോർമൽ അവസ്ഥ, പെട്ടെന്ന് ഏതെങ്കിലും ഫയർ ഉണ്ടാവുക, എക്സ്പ്ലോഷൻ ഉണ്ടാവുക, വേറെ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള സമയത്ത് ഗ്യാസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സോൺ. ഇങ്ങനെയുള്ള 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്: സോൺ 0 ഏരിയ, സോൺ 1 ഏരിയ ആൻഡ് സോൺ. ഇങ്ങനെയുള്ള അവിടെയുള്ള പിടിപ്പിക്കുന്ന എല്ലാവിധ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഫ്ലെയിം പ്രൂഫ് ആയിരിക്കണം. ഒരു കാരണങ്ങളിലും അതിൽ ജനറേറ്റ് ചെയ്യുന്ന സ്പാർക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വരാനുള്ള സാധ്യതയില്ലാത്ത ഉപകരണങ്ങളായിരിക്കണം ഫിറ്റ് ചെയ്യുന്നത്. അടുത്ത സ്ലൈഡ് നോക്കൂ. ഗവൺമെന്റ് ഏജൻസീസ്, ഇത് പെട്രോളിയം പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം, ഏത് ഡേഞ്ചറസ് ഗുഡ്സ് കൈകാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഏജൻസി എന്നുള്ള ലൈസൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ആരെല്ലാണ് ഈ ലൈസൻസും കാര്യങ്ങളും തരാൻ ബാധ്യസ്ഥരായ ഏജൻസി എന്നുള്ള ഒരു അറിവാണ് നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ തരുന്നത്. ഒന്ന് OISD, ഓയിൽ ഇൻഡസ്ട്രി സേഫ്റ്റി ഡയറക്ടറേറ്റ്. ഓക്കെ, agency responsible for supporting and controlling petroleum storage, handling, transportation in India. ഇന്ത്യയിലുള്ള എല്ലാ ഗ്യാസ് അനുബന്ധപ്പെട്ട ഏതാണ് അതിനെ കൈകാര്യം ചെയ്യുന്ന സെയിൽസും സ്റ്റോറേജും ഹാൻഡ്ലിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ എന്ത് ചെയ്യണം, OSIC എന്നുള്ള ഡയറക്ടറേറ്റിൽ നിന്നുള്ള ലൈസൻസ് വേണം. അവരാണ് ഇതിൻ്റെ കൺട്രോളിങ് അതോറിറ്റി. അടുത്തത് PESO, പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഡയറക്ടറേറ്റ്, agency for design, operation, manufacture and safety of storage and handling of entire petroleum industry. ഇനി നോക്കിക്കോളൂ, PESO ആണ് പെട്രോളിയം ഇൻഡസ്ട്രീസിൽ ഏതെല്ലാം എക്യുപ്മെന്റ് ഏതെല്ലാം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ എന്തെല്ലാം, ഇന്ന് ഇന്ത്യയിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത് PESO ആണ്. അപ്പം ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് PESO എന്നുള്ള അംഗീകാരമുള്ള എക്യുപ്മെന്റും കാര്യങ്ങളും സിസ്റ്റവും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. PNGRB, പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റി, ഇന്ത്യയിലുള്ള വാണിജ്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അതോറിറ്റിയാണ്. ക്ലീൻ ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പെട്രോളിയം പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സാധനങ്ങളിൽ ഇവിടെ തീപിടിക്കാം, ആ തീപിടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജന്റിന് പറയുന്ന പേരാണ് ക്ലീൻ ഏജന്റ്. അടുത്തത് ഫ്ലെയിം പ്രൂഫ് എൻക്ലോഷർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് സ്പാർക്ക് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ളൊരു കണ്ടീഷനിലെടുത്ത് എല്ലാ എക്യുപ്മെന്റും ഫ്ലെയിം പുറത്തു വരാതെ സംരക്ഷിക്കേണ്ട അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഫ്ലെയിം പ്രൂഫ് എൻക്ലോഷർ അല്ലെ കവചങ്ങളിലായിരിക്കണം പിന്നെ അതിന് എന്ത് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന അതിനെയാണ് ഫ്ലെയിം പ്രൂഫ് എൻക്ലോഷർ എന്ന് പറയുന്നത്. ഹസോപ്പ്, അടുത്തത് ഹസാർഡ് ഓപ്പറബിലിറ്റി സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. സ്റ്റഡി ഓഫ് സേഫ്റ്റി ആൻഡ് ഓപ്പറബിലിറ്റി ഓഫ് പ്രോബ്ലംസ് ഓഫ് ഓയിൽ ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രി. ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ഇൻഡസ്ട്രീസിൽ എവിടുന്നൊക്കെ ഏതെല്ലാം രീതിയിൽ അപകടങ്ങൾ വരാം, ഒരു പ്രോസസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ കണ്ടുപിടിക്കുന്ന അതിനെ നിയന്ത്രിക്കാൻ അനലൈസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ഹസോപ്പ് എന്ന് പറയുന്നത്. ഹസാർഡ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് പെട്രോളിയം കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഹസാർഡുകളെ അനലൈസ് ചെയ്യുന്ന സ്റ്റഡീസിന് പറയുന്ന പേരാണ് ഹസാന്. അതാണ് UVCE, അൺകൺട്രോൾഡ് വേപ്പർ ക്ലൗഡ് എക്സ്പ്ലോഷൻ, എക്സ്പ്ലോഷൻ ഡ്യൂ ടു റിലീസ് ഓഫ് ഹൈഡ്രോകാർബൺ ഇൻ അറ്റ്മോസ്ഫിയർ. നോക്കിയോളൂ, ടാങ്കുകളിൽ ഒക്കെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ സൂക്ഷിക്കുമ്പോൾ എന്ത് കഴിഞ്ഞു, ഫ്ലാഷ് പോയിന്റ് കൂടുതലുള്ളതാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മൈന്യൂട്ട് ലീക്ക് ഉണ്ടെങ്കിൽ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തൊരു ഡ്രോപ്പ് വരുന്നതോടെ അത് ഉറ്റൊന്നുമില്ല എവിടെയും, അതോടെ തന്നെ വാപ്പറൈസ് ചെയ്യുന്നു, മേലോട്ട് ഉയർന്ന് ഏതെങ്കിലും ഭാഗത്ത് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് എയറുമായിട്ട് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത്, റെഡി ടു ഇഗ്നൈറ്റ് ഉള്ള ഒരു സ്റ്റേറ്റിൽ വേപ്പർ ക്ലൗഡായിട്ട് ചെയ്യുക. അവിടത്തേക്ക് ഏതെങ്കിലും രീതിയിലൊരു ഏതാണ് തീ കത്തിക്കുക, ഇഗ്നേഷൻ സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊരു പൊട്ടിത്തെറിയിൽ കലാശിക്കും. ആ പൊട്ടിത്തെറിയെ പറയുന്ന പേരാണ് UVC. ഒരിക്കലും UVC ഉണ്ടായിക്കഴിഞ്ഞാൽ അനുബന്ധമായിട്ടുള്ള മറ്റുള്ള പിന്നെ പൈപ്പ് ലൈനും ടാങ്കും ഒക്കെ പൊട്ടും. അതിന് പറയുന്ന പേരാണ് ബ്ലീവ്, BLEVE. ഇതാണ് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡ് ഡൊമസ്റ്റിക് LPG സേഫ്റ്റി. നിങ്ങൾ സിമ്പിളായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ് ഡൊമസ്റ്റിക് ഗ്യാസ്. അതിൻ്റെ സിമ്പിൾ ഒരു സേഫ്റ്റി വളരെ നിസ്സാരമായി നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ട്
ഉപയോഗിക്കുന്ന സാധനം കൂടി അതിൻ്റെതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, ആദ്യം ഒരു കാരണവശാലും LPG സിലിണ്ടർ കിടത്തിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല, കുത്തനെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. കീപ്പ് LPG സിലിണ്ടർ അപ്രൈറ്റ്. ഓക്കെ. പിന്നെയോ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ വാൾവ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം അത് ഓഫ് ചെയ്യണം. ഓൾവേസ് വാൾവ് ഓഫ് ആഫ്റ്റർ എവരി യൂസ്. ഓൾവേസ് സ്വിച്ച് ഓഫ് വാൾവ് ആഫ്റ്റർ എവരി യൂസ്. ഓക്കെ. സിലിണ്ടർ ചെക്ക് ഫോർ LPG ലീക്ക്. എപ്പോഴും എന്താണ് സ്മെല്ലും കാര്യങ്ങളിലൂടെ നമ്മൾ എന്താണ് ആ സിലിണ്ടർ വെച്ചെടുത്ത് ലീക്കില്ല എന്ന് എൻഷുർ ചെയ്യണം. സ്മെല്ല് കൂടെ ഏതൊരു LPGക്ക് സ്മെല്ലില്ല, പക്ഷെ അതിൽ എന്ത് ചെയ്യുന്നു, ഒരു അഡൾട്രേഷൻ നടത്തിയിട്ട് ഒരു ലീക്ക് ആയിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മെൽ അവിടെ കൊടുത്തിരിക്കുന്നു, അതുകൂടെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അതിനുപയോഗിക്കുന്ന ട്യൂബുകൾ കാര്യങ്ങളൊക്കെ എന്താണ് റെഗുലർലി മാറ്റിയിരിക്കണം. റീപ്ലേസ് ഡിഫക്റ്റീവ് ട്യൂബ്സ് എവരി 2 year ആൻഡ് റെഗുലേറ്റർ എവരി 5 year. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉപയോഗിക്കരുത്. 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മാറ്റുക. അങ്ങനെ തന്നെ റെഗുലേറ്റർ എവരി 5 year മാറ്റുക. പിന്നെ അതിന് ISI പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. യൂസ് ഓൺലി ISI പ്രൊഡക്റ്റ്, അല്ലാത്തതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കീപ് സ്റ്റൗ എബവ് സിലിണ്ടർ ലെവൽ. എപ്പോഴും അടുപ്പ് വെക്കുമ്പോൾ സിലിണ്ടറിൻ്റെ താഴെ ലെവലിൽ ഒരിക്കലും വരരുത്. എപ്പോഴും സിലിണ്ടറിനെക്കാട്ടും ഉയർന്ന ലെവലിൽ മാത്രമേ വരാൻ പാടുള്ളൂ. പിന്നെ അവിടെ വെക്കുന്ന ഏരിയയിൽ ഫുള്ളി ക്ലീൻഡ് ആയിരിക്കണം. ഓയിൽ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പെട്ടെന്ന് തീ പിടിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും എന്താണ് ക്ലീൻ ആയിട്ട് ഇത് പിന്നെ അടുപ്പും കാര്യവും അതിൻ്റെ സറൗണ്ടിങ് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. എൻഷുർ ക്ലീൻനെസ് ഓഫ് എവരി പാർട്ട്. നെവർ ടാമ്പർ സിലിണ്ടർ. പിന്നെ ഒരിക്കലും സിലിണ്ടറുമായിട്ട് കളിക്കാൻ പാടില്ല. അതില്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് റിപ്പയറും കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏജൻസിയെ അറിയിക്കുക, വരുന്ന ടെക്നീഷ്യൻ വന്നേ ചെയ്യാൻ പാടുള്ളൂ. ടേക്ക് അസിസ്റ്റൻസ് ഫ്രം ഗ്യാസ് ഏജൻസി. അത് തന്നെയാണ് ഗ്യാസ് ഏജൻസിയുടെ വിവരം. ഓൺ സസ്പെക്റ്റഡ് ലീക്ക് നെവർ സ്വിച്ച് ഓൺ ഓർ ഓഫ് ലൈറ്റ്, ഓപ്പൺ ഡോർ ആൻഡ് വിൻഡോസ്. ഏതെങ്കിലും കാരണം കൊണ്ട് സ്മെല്ല് വന്നു ലീക്ക് ആണെന്ന് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ലൈറ്റ് ഓൺ ചെയ്യോ അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്യാനോ പാടില്ല. ജോലി എന്ത് ചെയ്യാണ്, സ്പാർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സും ചെയ്യാൻ പാടില്ല. വിൻഡോസും പിന്നെ ജനലും ഒക്കെ തുറന്ന് വെക്കുക ക്ലീൻ ആയിട്ട്. അതെന്തായാലും ഇതായിപ്പോൾ ഒരു രീതിയിലും ഒരു ഇഗ്നീഷൻ സോഴ്സ് ഉണ്ടാക്കുന്ന കണ്ടീഷൻ ചെയ്യരുത്. ഓക്കെ. ഡു നോട്ട് ഇൻസ്റ്റാൾ LPG നിയർ അതർ സ്റ്റവ്. പിന്നെയോ LPG മറ്റുള്ള അടുപ്പിൻ്റെ അടുത്ത്, സാധാരണ അടുപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സ്റ്റൗവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഇതിൻ്റെ അടുത്തൊന്നും LPG സ്റ്റൗ അത് സെപ്പറേറ്റ് ആയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് സ്ലൈഡ് നോക്കൂ. കണ്ടീഷൻ ഫോർ പെട്രോളിയം ഫ്യൂവൽ സ്റ്റോറേജ്. ഇനി പെട്രോളിയം ഫ്യൂവൽ ടാങ്ക് സൂക്ഷിക്കുന്നതിന് ചില കണ്ടീഷൻസ്. എബവ് ഗ്രൗണ്ട് ടാങ്ക് എൻക്ലോഷർ ഷാൽ ബി ഡ്രെയിൻഡ് ആൻഡ് ഡ്രൈ. ഓക്കെ. ഭൂമിക്ക് മുകളിലുള്ളത് എപ്പോഴും എന്താണ് എൻക്ലോഷർ, അതിൻ്റെ ചുറ്റുവട്ടം ഏരിയ. എൻക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ചുറ്റുവട്ടം ഏരിയ എന്താണ് എപ്പോഴും ഡ്രെയിൻഡ് ആയിരിക്കണം. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ഡ്രെയിനിങ് ഉള്ള ഒരു സൗകര്യം ഉണ്ടാവണം. ഡ്രെയിൻ വാൾ ഷുഡ് ബി അവൈലബിൾ ഔട്ട്സൈഡ് ദ ടാങ്ക് എക്സോസ്റ്റ്. അതിന് ചുറ്റുമുള്ള മതിലിന് പുറത്തായിരിക്കണം ഡ്രെയിൻ ടാങ്കിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരിക്കുക. എപ്പോഴും ഡ്രെയിന് ഔട്ട്സൈഡിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് കിടക്കാനുള്ള ഒരു സമയം. എന്തെങ്കിലും കാരണം കൊണ്ട് വെള്ളം നിറഞ്ഞാൽ മാത്രം. അതുകൊണ്ട് ഡ്രൈ ആയിട്ട് എപ്പോഴും വെക്കണം. അതിന് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ ഫെൻസ് ഉണ്ടായിരിക്കണം. 1.8 മീറ്റർ ഉയരത്തിൽ ആരും മൃഗങ്ങളോ ആൾക്കാരോ ഒന്നും ചാടി കിടക്കാത്ത വിധത്തിലുള്ള ഒരു നല്ലൊരു ഫെൻസിങ് ഉണ്ടായിരിക്കണം. ഒരു വേലി, ഫെൻസിങ് വെച്ചാൽ വേലി ഉണ്ടായിരിക്കണം. ഈച്ച് ടാങ്ക് മസ്റ്റ് ഹാവ് 2 എർത്തിങ് ഓഫ് 7 ohms റെസിസ്റ്റർ. എപ്പോഴും ടാങ്കിന് 2 എർത്തിങ് ഉണ്ടായിരിക്കണം. ഒറ്റ എർത്തിങ് പോരാ. 7 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു പെർഫെക്റ്റ് 2 എർത്തിങ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങൾക്കൊക്കെ പ്രയർ അപ്രൂവൽ കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇൻസ്റ്റലേഷനും കൺസ്ട്രക്ഷൻ വർക്കും ചെയ്യാൻ പാടുള്ളൂ. മിനിമം 1.5 meters ഡിസ്റ്റൻസ് ഷാൽ ബി മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ടാങ്ക് ആൻഡ് ദ എൻക്ലോഷർ. അതിൻ്റെ മതിലും അല്ലെങ്കിൽ ഏതാണ് വേലി കേട്ടോ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ഇതിനൊക്കെ മതിലും ആയിട്ടും എങ്ങനെ ചെയ്യുകയാണെങ്കിലും അതിന് എന്താണ് ടാങ്കെന്നും ഇതും തമ്മിൽ പിന്നെ ഡിസ്റ്റൻസ് 1.5 മീറ്ററിൽ മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ. അതിലൊരിക്കലും കുറയാൻ പാടില്ല. ടാങ്ക്സ് ഹാവ് 90 meter ഡിസ്റ്റൻസ് ഫ്രം ഹീറ്റ് സോഴ്സ്. ഇനി അടുത്തെവിടെയെങ്കിലും ഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുന്ന ഉണ്ടെങ്കിൽ 90 meter ഡിസ്റ്റൻസിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു ഹീറ്റ് സോഴ്സും ഒന്നുമില്ലാത്ത കേസിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.
LFP. LFP means flame proof panel. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങിന്റെ പാനൽസും എന്തായിരിക്കണം? ഫ്ലെയിം പ്രൂഫ് പാനൽ ആയിരിക്കണം. ഓ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ഫ്ലെയിം പ്രൂഫ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് ടു പ്രിവെന്റ് ഇലക്ട്രിക്കൽ ഹസാർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ലീക്ക് വന്ന് സ്പാർക്ക് കൂടെ പെട്ടെന്ന് തീപിടിയും, പൊട്ടിത്തെറി. ഒരിക്കൽ സ്റ്റോറേജ് വന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പുറത്ത് വരും, പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വായു. ഇതാണ് FPM, ഫ്ലെയിം പ്രൂഫ് മോട്ടർ. അതിന് ഉപയോഗിക്കുന്ന മോട്ടറിനൊക്കെ പറയുന്നത് അവിടെ സ്ഥാപിക്കാനുള്ള മോട്ടറിനൊക്കെ പമ്പിങ് ഏതെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എന്താണ് ഫ്ലെയിം പ്രൂഫ് മോട്ടർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതോടെ ഈ ചാപ്റ്റർ കഴിയാണ്. ഓക്കെ.